ശ്രീമതി വർഷ ഇ വി, എറണാകുളം വടുതല സ്വദേശി, വിൻബിൽ ട്രെയിനിങ് കൗൺസിലിംഗ് സെൻറ്ററും MIHMS അവാർഡ് ഹോമിയോപ്പതി ക്ലിനിക്കിലും സൈക്കോളജിസ്റ്റും സൈക്കോളജി തെറാപ്പിസ്റ്റുമായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. ABA തെറാപ്പി, പ്ലേറ്റ് തെറാപ്പി, ആർട്ട് തെറാപ്പി, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, സോമാറ്റിക് തെറാപ്പി എന്നിവയുൾപ്പെടെ വിവിധ ആധുനിക സൈക്കോ തെറാപ്പി രീതികളിൽ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു വരുന്നു. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും പ്രായോഗിക പരിശീലനവും നൽകുന്നതിലൂടെ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നു. വിമല ഹൃദയം കോളേജിൽ ലെക്ചറായി സേവനം അനുഷ്ഠിക്കുന്നു. വുമൻ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ക്ലാസുകൾ നൽകിക്കൊണ്ട് മാനസിക ആരോഗ്യ രംഗത്ത് സജീവമായി ഇടപെട്ടു വരുന്നു. സൈക്കോ തെറാപ്പി മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി കാത്തിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ KS ചന്ദ്രകുമാർ, തിരുവനന്തപുരം സ്വദേശി, 1967 മുതൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവം. 82 മുതൽ ഹൈദരാബാദിൽ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി നേടുകയും 82 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിട്ടയർ ആവുകയും ചെയ്തു. 87 മുതൽ ആന്ധ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സ്ഥാപകനും സെക്രട്ടറിയുമായി ജനസേവനത്തിനായി പ്രവർത്തിച്ചു തുടങ്ങി. 250ഓളം നിർധന കുടുംബത്തിലെ അംഗങ്ങളായ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകുവാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരുടെ പലവിധ ആവശ്യങ്ങൾക്കുള്ള അത്താണിയായാണ് ഇദ്ദേഹത്തെ കണക്കാക്കുന്നത്. സാമൂഹ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി കാത്തിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഷമീന KP, എറണാകുളം മണക്കാപ്പാട് സ്വദേശി, ആരോഗ്യരംഗത്ത് റീമെഡിക്കൽ ട്രെയിനറായി പ്രവർത്തിക്കുന്നു. വിൻബിൾ ആക്സസറീസായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം MIHMS അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി ക്ലിനിക്കിലും കൗൺസിലേറ്റ് ഫിസിയോളജിസ്റ്റായി സേവനം നൽകി വരുന്നു. കപ്പിൾ തെറാപ്പി, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സംബന്ധമായ കൗൺസിലിങ്ങും ചികിത്സാ ഇടപെടലുകളും ഇവരുടെ പ്രധാന പ്രവർത്തന മേഖലകളാണ്. ശാസ്ത്രീയവും യുക്തിപരമായ സമീപനങ്ങൾ ഉപയോഗിച്ച് ബന്ധങ്ങളുടെ ഗുണമേന്മ മെച്ചപ്പെടുത്തുന്നതിനും വ്യക്തികളുടെ മാനസിക സമത്വം വീണ്ടെടുക്കുന്നതിനും ഫലപ്രദമായ പിന്തുണ നൽകിക്കൊണ്ട് നിരവധി വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അവരുടെ സേവനവും ആത്മവിശ്വാസവും മാനസിക ശക്തിയും പകരുന്ന വഴികാട്ടിയാണ്. KNM കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ സംഭാവന നൽകി വരുന്നു. മാനസികാരോഗ്യ ബോധവൽക്കരണം, വ്യക്തികളുടെ സമഗ്ര വികസനം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ടാണുള്ള പ്രവർത്തന രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആരോഗ്യ സേവന മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി കാത്തിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീ നിവാസ് അഹമ്മദ് കുട്ടി, കോഴിക്കോട് സ്വദേശി, പ്രഗത്ഭ മനഃശാസ്ത്ര വിദഗ്ധനും സാമൂഹ്യ പ്രവർത്തകനുമാണ്. കൗൺസിലിംഗ്, സൈക്കോ തെറാപ്പി, റീമെഡിക്കൽ ട്രെയിനർ ആൻഡ് ABA തെറാപ്പിസ്റ്റ്, OT പ്രാക്ടീഷണർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾക്കും യുവജനങ്ങൾക്കും വ്യക്തിഗതവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ളതുമായ കൗൺസിലിംഗ് നൽകി അവരുടെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകി സമൂഹത്തിന് വലിയ സംഭാവനയാണ് നൽകിയിരിക്കുന്നത്. സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ട് മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ, പരിശീലനങ്ങൾ, സെമിനാറുകൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി കാത്തിരിക്കുന്നത്. സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തതായി ഈ ചടങ്ങിന് ആശംസ നേരുന്നതിനായി ഡോക്ടർ KKN കുറുപ്പ് സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറാണ്. ഭക്ഷ്യശ്രീ സ്റ്റേറ്റ് സംഘടനയുടെ സ്റ്റേറ്റ് ചെയർമാൻ, മഹാകവി കുട്ടമത്ത് സംസ്കൃതി കേന്ദ്ര കൊല്ലൂരിൻ്റെ ചെയർമാൻ, അതോടൊപ്പം തന്നെ ഭാരത് സേവക് സമാജിൻ്റെ ഭാരത് സേവക് ഓണറിൻ്റെ കമ്മിറ്റിയിലെ ചാൻസലർ കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സംഘവുമായിട്ട് ഒരു വർഷത്തോളമായി ഞാൻ ബന്ധപ്പെടുന്നു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരുപക്ഷെ ഒന്ന് ആധുനിക ഇന്ത്യയുടെ ശില്പിയായ ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഉത്സാഹലാൽ നന്ദയെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അവർ രണ്ടുപേരും കൂടി പ്ലാനിംഗ് കമ്മീഷൻ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കിയത്, താഴേക്കടയിൽ ചെയ്യുന്ന സേവനങ്ങൾ, ആ സേവകരെ ആദരിക്കുവാനുള്ള ഒരു ത്വര ഇത് കാണിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. കാരണം ഒരുപക്ഷെ പല ഗ്രാമങ്ങളിലെല്ലാം സഞ്ചരിക്കുമ്പോൾ, പല മേഖലകളിലും സഞ്ചരിക്കുമ്പോൾ ഞാനും ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. എൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ പറ്റി ഞാനിപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെ ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയ എനിക്ക് മാധുരി ഷാവിൻ്റെയും മറ്റും ഏറ്റവും വലിയ അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന പലരെയും ഞാൻ വാച്ച് ചെയ്തപ്പോൾ ബയോഡാറ്റയിൽ ഒരുപക്ഷെ നിങ്ങൾ സ്കാറ്റേഡായിട്ട് പല പല രംഗങ്ങളിലേക്ക് വരികയാണ്. ആ പല പല രംഗങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നിലും മികവ് തെളിയിക്കാൻ കഴിയാതെ പോകുന്നൊരവസരം ഉണ്ടാകും. അതുകൊണ്ട് ഒന്നോ രണ്ടോ, ഇപ്പോൾ സംഗീതം ചെയ്യുന്നവർ നൃത്തത്തിൽ അടിയുറച്ച് നിൽക്കുക, റീല് ചെയ്യുന്നവർ അതിലേക്ക് പോവുക. ആ ഓരോന്നിൽ കവിത എഴുതുന്നവർ ഒരിക്കലും ചെറുകഥയിലേക്ക് പോകരുത്. അവർ രണ്ടും ആശയത്തിൻ്റെ. ഞാൻ പറയാം, ഇപ്പോഴും ഈ വയസ്സുകാലത്ത് കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പ്രേമ കവിതകൾ എഴുതാറുണ്ട്. ഞാൻ കവിതകൾ എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിൻ്റെ സ്വാന്തസുഖായ എന്ന് പറയുന്നത് പോലെ ആത്മാവിന് വേണ്ടിയിട്ടാണ് ഞാൻ കവിത എഴുതുന്നത്. അതേസമയത്ത് എൻ്റെ ഗവേഷണ പുസ്തകങ്ങൾ പഴശ്ശി സമരങ്ങൾ മുതലുള്ള ഇന്ത്യയിലെ കർഷക സമരങ്ങൾ മുതൽ ദേശീയത വരെയുള്ള അനേകം പുസ്തകങ്ങൾ എഴുതിക്കഴിഞ്ഞാൽ ഞാൻ വായിക്കാറില്ല. അത് വായിക്കാതിരിക്കുന്ന കാരണം അത് വായിക്കേണ്ട ആവശ്യമില്ല, സമൂഹം വായിച്ച് പഠിച്ചാൽ മതി. എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ കവിത എഴുതുന്നവർ, ഒരു ഫിലിം ഓഡിയോ ചെയ്യുന്നവർ, ഇതെല്ലാം തന്നെ അവർ ഒന്നിൽ കേന്ദ്രീകരിച്ച് നിന്നില്ലെങ്കിൽ അവർക്ക് വളരാൻ കഴിയുകയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഗ്രാമങ്ങളിൽ സേവനം ചെയ്യുന്ന 140 കോടി ജനങ്ങളില്ല ഇന്ത്യയിൽ ഇന്ന് സാമൂഹ്യ സേവനം ശുഷ്കമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം പലതുമുണ്ട്. പുത്തൻ പണം വരുമ്പോൾ എല്ലാം പണം കൊണ്ട് വാങ്ങാമെന്നുള്ള നിലയിൽ ഒരു കലാകാരിയെ ഉണ്ടാക്കാൻ കഴിയുകയില്ല. നമ്മൾക്കറിയാം, എത്ര AI വന്നാലും AI കവിതകൾ എഴുതിയിട്ട് എൻ്റെ പേരക്കുട്ടികൾ എനിക്ക് കാണിച്ചു തരാറുണ്ട്. പക്ഷേ അതിലെല്ലാം നല്ല നിങ്ങളെ വൈകാരികത ഉണ്ടാവില്ല. വികാരമില്ലാത്ത ഒരാൾക്കും കവിത എഴുതാൻ പറ്റില്ല. കണ്ണുനീര് കാണുമ്പോൾ അത് മനുഷ്യൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കാത്ത ഒരു സയൻറ്റിസ്റ്റിന് അത് വെള്ളത്തുള്ളിയാണ് H2O എന്ന് പറയുന്നതിന് കവിത എഴുതാൻ പറ്റില്ല. അപ്പം മനുഷ്യൻ്റെ അറിവിജി തന്നെയാണോ? എനിക്ക് സംശയമുണ്ട്, ക്ഷമിക്കണോ. ഞങ്ങൾ ഒന്നിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ്. ഇതെല്ലാമാണ്. ഇപ്പോൾ വത്സലകുമാരെ ഞാൻ റെക്കമെൻഡ് ചെയ്തു. അമ്മയോട് ഞാൻ ചോദിച്ചു വാങ്ങുമെന്ന്. കാരണം അവർ ചെയ്ത വർക്കിൻ്റെ വാല്യൂ എനിക്കറിയാം. ടാഗോറിൻ്റെ കഥകൾ, ടാഗോർ ഇവരെ പോലെ തന്നെ ഇന്ത്യയിലെ സംസ്കാരത്തെ ലോകം മുഴുവൻ എത്തിച്ച അംബാസഡറായിരുന്നു. അതുപോലെ നിങ്ങൾ ഗ്രാമങ്ങളിൽ കലാകാരന്മാരെ കണ്ടെത്തുക, സാമൂഹ്യ പ്രവർത്തകരെ കണ്ടെത്തുക, സാമൂഹ്യ മേഖലയെ വികസിപ്പിക്കുക. ഒരു കുട്ടി നല്ലത് ചെയ്തത് നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് വളരാൻ കഴിയുകയില്ല. എനിക്കറിയാം, എൻ്റെ പ്രൊഫസർമാർ എനിക്ക് പബ്ലിക് അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത സമയത്ത് എന്നെ നിർത്തി പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. MGS നാരായണൻ, ഡോക്ടർ രവീന്ദ്രൻ തുടങ്ങിയ ഏറ്റവും വലിയ MB ശ്രീകുമാർ പ്രതിഭാശാലികളുടെ കീഴിൽ ഞാൻ വളർന്നു. എനിക്ക് പിന്നീട് ഓക്സ്ഫോർഡിലോ ലൂവലിലോ ഒന്ന് സംസാരിക്കുമ്പോൾ യാതൊരു വിഷമവും ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കണം, കലാകാരന്മാരെ വളർത്തിയെടുക്കണം. കലയിലൂടെ മാത്രമേ ഒരു രാഷ്ട്രത്തിന് വളരുവാൻ കഴിയുകയുള്ളൂ. ലോക ചരിത്രത്തിൽ ഒരു സംസ്കാരം ഇത്രയും നൂറ്റാണ്ടുകൾ തുടരുന്ന ഒരു രാജ്യമില്ല. മെസപ്പൊട്ടേമിയ ഉണ്ടായിരുന്നു, അതെല്ലാം നശിച്ച് ശിഥിലമായി പോയി. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. അദ്ദേഹം പറയുകയാണ്, 1583 ഒരു രാജ്യവും വേറൊരു രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരേ മതത്തിൻ്റെ ആൾക്കാർ ബോംബിട്ട് കുട്ടികളെ കൊല്ലുന്നു. ആയിരക്കണക്കിന് ആഫ്രിക്കയിലെ കുട്ടികൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ടിണി കൊണ്ട്. എന്തുകൊണ്ട് ഈ പണം അവർക്ക് കൊടുത്തുകൂടും? അപ്പോൾ ലോകത്തിൽ ചിന്താശക്തി, ഇപ്പോൾ നാരായണഗുരുവിൻ്റെ ചിന്ത, നടരാജഗുരുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നില്ല. അദ്ദേഹത്തിൽ നിന്ന് ഒരുപടി കാര്യങ്ങൾ എനിക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളെപ്പറ്റി പഠിക്കുവാൻ കഴിയും. അപ്പം വിദ്യാഭ്യാസം വളർത്തിയെടുക്കുക, എഡ്യൂക്കേറ്റ് ആൻഡ് എജിറ്റേറ്റ്, ഇത് രണ്ടുമില്ലെങ്കിൽ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത്രയും കലാകാരന്മാരെയും കലാകാരികളെയും സ്ത്രീകൾക്കും ശരിയായ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. 30% അല്ല, പകുതിയോളം കിട്ടിയിട്ടുണ്ട്. അവരാണ് നാളത്തെ അമ്മമാർ, തലമുറകളെ വളർത്തിയെടുക്കുക. എനിക്കറിയാം, എൻ്റെ അവൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് കലാപ്രവർത്തനങ്ങളിലാണ്. അവരെ 2 കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി അവൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് എനിക്കറിയാം. അപ്പോൾ സ്ത്രീകളാണ് കലാകാരന്മാരെ ഉണ്ടാക്കുന്നത്. അവർ പ്രസവിക്കുന്ന യന്ത്രങ്ങൾ മാത്രമല്ല, സംസ്കാരം കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, കാരുണ്യം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്ന അമ്മമാർക്ക് അവരെ നമ്മൾ ആദരിക്കണം.
ഈ സംഘടന വളരണം. ഞാനിപ്പോഴും പറയുകയാണ്, എന്തുകൊണ്ട് സേവക് സലാഹകാർ സമിതി ഉണ്ടാക്കിയിട്ടില്ല, എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഉണ്ടാക്കിയിട്ടില്ല? ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിയുന്ന നിങ്ങൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയിട്ട് ആളുകളെ കോപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇത് ഉറങ്ങുന്ന സംഘടനയല്ലാതെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായ സംഘടനയായിട്ട് സാമൂഹ്യ രംഗത്ത്, സേവന രംഗത്ത് വളർന്നു വേണ്ട. ഞാൻ ഇന്നലെ ഒരു സയൻറ്റിസ്റ്റ് വനജ, ഡോക്ടർ വനജ എന്ന് പറഞ്ഞ ഇവിടുന്ന് അവാർഡ്, അവരുടെ പ്രവർത്തനങ്ങൾ എനിക്കറിയില്ല. കണ്ടപ്പോൾ ആ സ്ത്രീ ചെയ്യുന്നത് 10 കൊല്ലമായിട്ട് ഭർത്താവിൻ്റെ കൂടെയല്ല അവർ താമസിക്കുന്നത്. തൻ്റെ ഉപ്പ് വെള്ളത്തിൽ നെൽകൃഷി ചെയ്തിട്ട് ആ അരി കൊണ്ട് കഞ്ഞി വെച്ചാൽ എന്താവുന്നില്ല 10 കൊല്ലമായിട്ട് അവർ ഗവേഷണം ചെയ്യുക. നിങ്ങൾ കഴിയും, കുടുംബമാണ് എല്ലാവർക്കും കാര്യം. അവർ പറയും ഭർത്താവ് വരും, കുട്ടികൾ വരും, 10 കൊല്ലം എനിക്ക് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ആ ത്യാഗം ചെയ്യുവാൻ സ്ത്രീകൾ തയ്യാറാവണം. അതുപോലെ തന്നെ സ്ത്രീകളെ ഭരണത്തിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഇന്നത്തെ പഞ്ചായത്ത് ഭരണമല്ല ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ ഭരണം നന്നാവും. അങ്ങനെ നന്നാക്കിയിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ അറിയാം. നടരാജഗുരു പലപ്പോഴും പറയുന്നത് അവർ മഹിഷാസുര മർദ്ദിക്കുകയാണ്. എന്നോട് പി ഗോവിന്ദപ്പിള്ള പറഞ്ഞു ഭൂപരിഷ്കരണത്തെ പറ്റി ഒരു ലേഖനം എഴുതണം ജില്ലയിൽ. ഞാൻ പറഞ്ഞു എഴുതില്ല, നിങ്ങളത് ഞാനൊരു 2 പാരഗ്രാഫ് ഇന്ദിരാഗാന്ധിക്ക് കൊടുക്കും, നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയില്ല, നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്ന് ആ 2 പാരഗ്രാഫോട് കൂടിയിട്ട് ഭൂപരിഷ്കരണം 9th ഷെഡ്യൂളിൽ പെടുത്തിയിട്ട് കോടതിയിൽ കേസിന് പോകാൻ പാടില്ല എന്ന് ആ അമ്മ എടുത്തത് നടരാജഗുരു പറഞ്ഞതുപോലെ മഹിഷാസുര മർദ്ദിനിയുടെ സ്വഭാവമായിട്ട് ഞാൻ കാണുന്നു. നന്ദി, നമസ്കാരം. And next I am inviting Sri Kamal Dauria, Bhai Kamalanand, for giving his keynote address. He is a retired IAS officer. He was the former Chief Executive Officer of Khadi and Village Industries Commission. Presently, he is the Chancellor of Panchagavya Vidyapida. I am inviting you to give the... First of all, heartiest congratulations. All of you, I was told, have done commendable work. Now I am 80 years, I was in the army, I was in the IAS, and now we are working with the Bharat Sevak Samaj for igniting the spirit from bottom, re-engineering. So I will close by saying thank you very much, wish you all the best, congratulations. Please look for apavada exceptions, those who are doing good in games, sports, plantation, nursery, without grant. So we have a very big business plan. We are finalizing it. Village, 2 crore, 3 crore per village, cooperative, mindset changing. So you are those change agents. So thank you very much. I wish that next time when I come here, we have more interaction with you. But please encourage youth, women to be more sensitive and active. Reduce talking. Encourage doing, and plantation, organic, cow. I am Vice Chancellor of Panchagavya Vidyapitham Kanchipuram. They will explain you. So we want cow has to come back for health, soil, fertilizer. Last thing, you know this war, what is happening? There is no gas. So now is the time, small biogas. You can have gas in the house, recycle of the kachra and all those things, and you get fertilizer. Because of grant, rebate, subsidy, our entrepreneurial spirit is finished. So time, Mr. Trump is doing a good work. He is telling, go back to nature, work with nature. So it's a golden opportunity. My good wishes are with you. Please look for apavada exception. Encourage them and talk about sports, culture, dance, drama, and not only mobile all the time, or politics all the time. Let us start some other activity. Thank you very much. Thank you very much, sir. Wish you all the best. Bye-bye. We'll take your leave because we have to go further up. Thanks a lot.
ബഹുമാന്യായ ശ്രീ RVG മേനോൻ സർ നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചടങ്ങിൽ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കണം. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. ഭാരത് സേവക് സമാജിനെ പറ്റി നമുക്കറിയാം. സാമൂഹ്യ സേവനം നടത്തുന്ന വളരെ പുരാതനമായ സംഘടനയാണ്. ഇന്ന് ആദരിക്കപ്പെടുന്നവരിൽ വലിയൊരു വിഭാഗവും സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുതന്നെ സമൂഹത്തിലേറെ അറിയപ്പെടാത്തവർ, പക്ഷേ ഏറ്റവും ആവശ്യമായ ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ, മാനസിക സമ്മർദ്ദം നേരിടുന്നവർക്കുള്ള കൗൺസിലിംഗ്, അതുപോലെ നഴ്സിംഗ് മുതലായ മേഖലകൾ, ആ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ സേവനവും സമൂഹം അറിയുന്നു, അവരെയും ആദരിക്കുന്നു എന്നറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത്തരത്തിൽ അപൂർവമായ ഒരു സേവനമാണ്, ഒരു പൊതു സമൂഹത്തിന് ആവശ്യം വേണ്ട ഒരു കാര്യമാണ് ഭാരത് സേവക് സമാജ് ഇന്ന് ചെയ്യുന്നത്. ഇത്രയധികം പേർ നമ്മുടെ സമൂഹത്തിലെ ഈ മേഖലകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നത് തീർച്ചയായും കൂടുതൽ യുവജനങ്ങൾക്ക് ഈ മേഖലകളിലേക്ക് തിരിയുന്നതിനും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും ഒരു പ്രചോദനമാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഈ സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകരെയും നേതൃത്വത്തെയും ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. എനിക്ക് ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇതിലൂടെ എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് അറിയാൻ ഉള്ള അവസരം നൽകിയതിന് അവരോട് ഞാൻ നന്ദിയും പറയുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ നേരുന്നത് ശ്രീമതി ജസീന്ത മോറിസ്. കവയിത്രിയാണ്, മോഡലാണ്, അഭിനേത്രിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. എനിക്കറിഞ്ഞൂടെ എന്തെല്ലാം മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്. ധാരാളം മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളൊക്കെ സംവിധാനം ചെയ്ത് നടത്തുന്നു. മാഡത്തിനെ ക്ഷണിക്കണം. വേദിയിലിരിക്കുന്ന ബഹുമാനീയരായ വ്യക്തിത്വങ്ങളെ, അവാർഡ് ജേതാക്കളെ, BSSൻ്റെ ചുക്കാൻ പിടിച്ച് ശക്തമായി മുന്നോട്ട് നയിക്കുന്ന BSS ഭാരവാഹികളെ, പ്രിയമുള്ളവരെ, വളരെ മഹനീയമായ മുഹൂർത്തമായി ഞാൻ കരുതുന്നു എനിക്ക് ആശംസ അർപ്പിക്കാനായിട്ട് ഏതാനും സുവർണ നിമിഷങ്ങൾ നൽകുന്നതിന്. വർഷങ്ങൾക്ക് മുൻപ് ഇതേ പുരസ്കാരം ഞാൻ നേടിയപ്പോൾ ഈ പുരസ്കാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയ വ്യക്തിയാണ്. 10-21 പുസ്തകങ്ങൾ ത്രിഭാഷകളിലായിട്ട് എഴുതി AG's ഓഫീസിലെ 37 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച് സർവീസിലിരിക്കുമ്പോൾ തന്നെ കൃതികൾ രചിക്കുക മാത്രമല്ല, അഭിനയം ഇഷ്ടമായതുകൊണ്ട് നിരവധി ഷോർട്ട് ഫിലിംസും ആൽബങ്ങളും പാട്ടെഴുതി പാടി അഭിനയിച്ച് സംവിധാനം ചെയ്തു. അങ്ങനെ ഷോർട്ട് ഫിലിംസും ആൽബംസും ഈ പറഞ്ഞ കണക്ക് മോഡൽ, ഫാഷൻ ഷോ ഇഷ്ടമായതുകൊണ്ട് വൈകിയ വേളയിലാണെങ്കിലും 50+, 60+ കാറ്റഗറിയിൽ കാറ്റ് വാക്കും റാമ്പ് വാക്കും ഒക്കെ ചെയ്ത് ഒപ്പം കൂടെ കൊണ്ട് നടന്ന സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കൃതികളും അത്തരത്തിലുള്ള മനസ്സിൽ തട്ടിയ അനുഭവങ്ങളാണ് രചിച്ചിട്ടുള്ളത്. ഇവിടെ വന്ന് BSS കുടുംബമായി പരിചയപ്പെട്ട് കവിയരങ്ങിലൂടെ വർഷങ്ങൾക്ക് മുൻപേ വന്ന ഞാൻ പല വിലപ്പെട്ട ചർച്ചകളിലുമൊക്കെ പങ്കെടുത്ത് ഇവിടുത്തെ പ്രവർത്തനം നടക്കുന്ന രീതി മനസ്സിലാക്കി ഇത്തരത്തിലുള്ള പുരസ്കാരം, ഈ മഹത്തായ പുരസ്കാരം ലഭിക്കുന്നതിന് എനിക്ക് ചുറ്റിലുമുള്ളവരെ, എൻ്റെ കണ്ണിൽപ്പെടുന്നവരെ, അർഹതയുള്ളവരെ, അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരും എല്ലാവരെയും ഈ ഒരു പുരസ്കാരം കൂടി ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ പക്ഷത്തു നിന്നും എത്രമാത്രം സഹായിക്കാൻ പറ്റുമോ അതിന് തുനിഞ്ഞിറങ്ങിയ വ്യക്തിയാണ് ഞാൻ. 350 ആൾക്കാരെയെങ്കിലും ഞാനായിട്ട് ഇവിടെ ഈ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ പുരസ്കാരം ലഭിക്കുന്നതിന് ഞാൻ സഹായകമായിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ കുടുംബാംഗം പോലെയാണ് BSSലെ ആൾക്കാരും. അതുകൊണ്ട് എത്ര തിരക്കാണെങ്കിലും അത് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിംസിൻ്റെ അഭിനയത്തിൻ്റെ ഇടയിലായാലും അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഇടയിൽ എന്തിനായാലും ഈ 12-ാം തീയതി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പം എനിക്കറിയുന്ന വ്യക്തിത്വങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നതിനും അതേപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നിങ്ങളെ എല്ലാവരെയും കാണുന്നതിനും. കാര്യം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് ജേതാക്കൾക്കാണ് മുന്നിൽ സീറ്റ്, ഞങ്ങൾ പിറകിലാണ്. സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, മന്ത്രിമാർക്കും MLA മാർക്കും ആശംസ അർപ്പിക്കുന്നവരൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കുക. നിങ്ങൾ ചിലപ്പം നിങ്ങളെ
ആ സമയത്തിന് മാത്രമായിരിക്കും നിങ്ങളുടെ പേര് അവർ പറയുകയും വിളിക്കുകയും ചെയ്തു, പിന്നെ നിങ്ങൾ അറിയ പോലുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിലാവും, ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ഫോട്ടോസിൽ ഉൾപ്പെടും, ഇവരുടെ ആ ഒരു പട്ടികയിൽ പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്കും ഇവിടെ വരുമ്പോൾ നിങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഓരോ മാസം ഞാനിവിടെ വരുമ്പോൾ പുതിയ 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 മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരെയൊക്കെ അടുത്ത പ്രാവശ്യം അവർക്ക് ഇതുപോലെ ഒരു ആദരവ് കിട്ടുന്നത് കാണാൻ നിങ്ങൾക്കും സന്തോഷം, അവർക്കും സന്തോഷം അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഇന്ന് കത്തിക്കുന്ന ഈ ഒരു ദീപശാഖ ശരിക്കും വിജയത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അത് നമുക്കിങ്ങനെ കൈമാറി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കാം. അവാർഡ് ജേതാക്കൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ഒപ്പം വന്നവർക്ക് എല്ലാവർക്കും നന്ദി. അടുത്തായി അവാർഡ് സമർപ്പണമാണ്. നിങ്ങളോട് സംസാരിക്കുന്നതിനും അവാർഡ് കൈമാറുന്നതിനുമായി ഭാരത് സേവ സമാജിൻ്റെ ദേശീയ വൈസ് ചെയർമാൻ BS ഗോപകുമാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യായ ശ്രീകുമാർ, അതുപോലെ ശ്രീ കുറുപ്പ് സർ, ശ്രീ മേനോൻ, RJ മേനോൻ സാർ, അതിലേറെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന പ്രതിഭാധനരെ, ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയായതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ ചടങ്ങിന് ഞാൻ നിയോഗിക്കപ്പെടുന്നത്. ഈ പ്രസ്ഥാനമെന്ന് പറയുന്നത് രാജ്യത്ത് പ്രതികരിക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ചങ്ങലക്കിട്ട സ്വാതന്ത്ര്യത്തിൽ നിന്നും രാഷ്ട്രീയമായ മോചനത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തിക്കുമ്പോൾ 1905 ജനങ്ങളെ സ്വന്തം കാലിൽ നിർത്തണം, വൈദേശികമായി നമ്മളെ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ജനങ്ങൾ സ്വതന്ത്രരാകണമെന്ന് ചിന്തിച്ച് സക്രിയമായ ഒരു രീതിയിലൂടെ പ്രതികരിക്കാൻ വേണ്ടി രൂപീകൃതമായ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഭാഗമാണ്, അതിൻ്റെ രൂപാന്തരമാണ് ഭാരത് സേവക് സമാജ്. 1952 തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് അംഗങ്ങളുടെ എല്ലാം സമ്മതത്തോടെ പ്രധാനമന്ത്രിയെ തലപ്പത്തിരുത്തിക്കൊണ്ട് രൂപീകൃതമായ ഈ വികസന ഏജൻസി 1ഉം 2ഉം പദ്ധതികൾ, പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പാക്കി എന്നതുമാത്രമല്ല, ഭാരതത്തിൻ്റെ ഇന്നുവരെയുള്ള എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും അടിസ്ഥാനമായി നിന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഭാരത് സേവക് സമാജ്. ഞാൻ ഏറെ സംസാരിക്കാനോ ഒന്നും പോകുന്നില്ല. എന്നെക്കാളും സംസാരിക്കാൻ അറിയാവുന്നവരും എന്നെക്കാളും പ്രഗത്ഭരുമാണ് മുന്നിലും പിന്നിലും ഒക്കെ ആയിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രസ്ഥാനം ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് നീങ്ങുന്നു? സമൂഹത്തിൻ്റെ, മേനോൻ സാറൊന്ന് ആദ്യമായിട്ടാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. സാറ് സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള പ്രകാശം പരത്തുന്ന വ്യക്തികളെ കണ്ടെത്തി അവരെയെല്ലാം തന്നെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ പ്രവൃത്തിയിലൂടെ ഭാരത് സേവക് സമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനം കൂടുതൽ പ്രകാശപൂരിതമാകുന്നു. നിങ്ങളിലൂടെ ഞങ്ങളാണ് പ്രകാശവൽക്കരിക്കപ്പെടുക. അതിലൂടെ ഈ പ്രസ്ഥാനം എന്താണോ ഉദ്ദേശിക്കുന്നത്, പ്രതികരിക്കുക എന്ന് പറയുന്ന കാര്യം, ഈ സമൂഹത്തിൻ്റെ പലവിധമായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഏതെങ്കിലും ഒരു വശം ചേർന്ന് മാത്രം പൊക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ, ഉദാഹരണം, ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷം പേരും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടവരാണ്.
കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് രചനകളിൽ ഏറെ രചിച്ചവരാണ്. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ, കഴിഞ്ഞൊരു 50 വർഷത്തെ സാഹിത്യ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കാലത്തെ അതിജീവിക്കുന്ന എത്ര കൃതികളുണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നില്ല, പെടേണ്ടതുമാണ്, പക്ഷേ സമയമില്ല. പലപ്പോഴും 15,000-ഓളം വരുന്ന ലൈബ്രറികളുള്ള കേരള സംസ്ഥാനം, സ്കൂളുകളിലും കോളേജുകളിലുമായി അതിലേറെ ലൈബ്രറികളുള്ള സംസ്ഥാനം, ഈ പുസ്തകശാലകളിലൂടെ ഇറക്കപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ കൂടെ ചെറുതലമുറ തൊട്ട്, ചെറുകുട്ടികൾ തൊട്ട് വയസ്സായവരിലൂടെ അവരുടെ മസ്തിഷ്കത്തിലേക്ക് കടന്നു കയറ്റിയിരിക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഇതാണ് ശരിയെന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളുണ്ട്. ഇതിന് മറുത്ത് ചിന്തിക്കാനോ മറുത്ത് എഴുതാനോ ആവുന്നതും, മറുത്തെഴുതിയാൽ പോലും അവ 5 പേരിൽ കൂടുതൽ വായിക്കാനാവാത്ത തരത്തിലുള്ള വല്ലാത്തൊരു കെട്ടുപാട് ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റും. ഞാൻ സ്വന്തമായി ഒരു പുസ്തകം എഴുതിയാൽ, പുതിയൊരാശയം എഴുതിയാൽ, എൻ്റെ പുസ്തകം എൻ്റെ ചുറ്റുവട്ടത്തുള്ള ഇടങ്ങളിൽ പോലും എനിക്ക് കൊണ്ടുകിടക്കാൻ പറ്റാൻ അപ്പുറം പറ്റില്ല. 15,000-ഓളം ലൈബ്രറികളിൽ 15 കോടിയോളം രൂപ സർക്കാർ മുതൽ മുടക്കി പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇന്നതേ വാങ്ങിക്കാവൂന്നും ഇന്നതേ വായിക്കാവൂ എന്നും 10-50 കൊല്ലക്കാലം തീരുമാനിക്കപ്പെട്ട ഒരു സാഹിത്യ ചരിത്രം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പൊള്ളയായ വശങ്ങളൊക്കെ നമ്മൾ അറിയണം. ലോകമാകെ തിരസ്കരിക്കപ്പെട്ട ആശയങ്ങൾ പോലും ഇന്നാണ് മഹത്തരമെന്ന് പറഞ്ഞ് അതിന് ചുവട് പിടിച്ചുകൊണ്ട് എഴുതപ്പെടുന്നതും മാത്രം പഠിച്ചു വരുന്ന ഒരു തലമുറയുള്ള നാടായി നമ്മുടെ നാട് മാറുന്നു. എവിടെയെങ്കിലുമൊക്കെ തിരിച്ചു ചിന്തിക്കണ്ടേ? ഞാനിന്ന് ഈ പത്രം വായിച്ചപ്പോൾ കണ്ട ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ പൈസ മുടക്കി നിർമ്മിച്ച റോഡിൻ്റെ ഒരു ഭാഗത്തൂടെ കുറേ ദൂരം പ്രധാനമന്ത്രി നടക്കുന്നു, റോഡ് ഷോ നടത്തുന്നു. സംസ്ഥാന മന്ത്രി വേറൊരു ഭാഗത്ത് നടത്തുന്നു, പ്രതിപക്ഷക്കാരൻ വേറൊരു ഭാഗത്തൂടെ നടക്കുന്നു. എല്ലാവരും നടന്നിട്ട് ഇതെല്ലാം എൻ്റെ വക സ്വത്തിൻ്റെ ഭാഗമാണെന്നും പറഞ്ഞുകൊണ്ടൊരു ബോർഡും കൂടെ സ്ഥാപിക്കണം. ഈ അടുത്ത കാലത്ത് വീട്ടിൽ പോയപ്പോൾ ഞങ്ങളുടെ വിളയുടെ താഴെ വയലിലേക്ക് വരുന്നൊരു കലുങ്കുണ്ട്, ചെറിയൊരു കലുങ്കുണ്ട്. അവിടെ പണ്ട് നമ്മുടെ എല്ലാം വീട്ടുകാരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കി വെച്ച സ്ലാബാണ്. ഇപ്പം ചെന്നപ്പോൾ കാണിത് എൻ്റെ വക ആണെന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ മെമ്പറും പ്രസിഡൻറ്റും എഴുതി വെച്ചിരിക്കുന്നു. എൻ്റെ വക എന്നും പറഞ്ഞൊരു പുതിയ സാധനം സ്ഥാപിച്ചിരിക്കുന്നു. എൻ്റെ വകകളായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് പറയുന്ന നമ്മുടെ പ്രതിനിധികളൊക്കെ തന്നെ അവരവരെ വകകൾ അത്രയും കൂടെ സ്ഥാപിച്ച് വച്ചിരിക്കുകയാണ്. ജനത്തിന് ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ മാറണ്ടേ? പറയാൻ തുടങ്ങിയാൽ ഏറെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നെക്കാളും നിങ്ങളിലുള്ളതെന്നും എനിക്കറിയാം. പക്ഷെ തിരിച്ചു പറയാൻ ഇപ്പം അതാ ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടൊരു വലിയ വാർത്ത. കേരളവും വികസിക്കുകയാണ് ഇന്ത്യയെപ്പോലെ. 3.5 ലക്ഷം MSMEകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. 3.5 ലക്ഷത്തിലധികം MSMEകൾ. ചെറുകിട, ചെറുത്, ഏറ്റവും മൈക്രോ ലെവലിലുള്ള വ്യവസായശാലകൾ 3.5 ലക്ഷം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികളെല്ലാം കൂടെ 1 ലക്ഷം തുടങ്ങിക്കാണുമായിരിക്കും. ബാക്കി 2.5 ലക്ഷവും പഞ്ചായത്തുകളാണ്. 986 പഞ്ചായത്തുകളിലായിട്ട് 2.5 ലക്ഷം ചെറുകിട വ്യവസായ യൂണിറ്റുകൾ. ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് 250 വ്യവസായങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. 10, 15, 20 വാർഡുള്ള ഒരു വാർഡിൽ 10, 25 വ്യവസായങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. എന്ത് വലിപ്പമാണ്! ഇതിൻ്റെ താഴോട്ട് എന്നിട്ട് ഞാൻ ചെന്ന് ഈ ജില്ലാ ബ്ലോക്ക് വ്യവസായ ഓഫീസിലൊക്കെ ചെന്ന് ചോദിച്ചു. ഇതിൻ്റെ സബ്സിഡികളുണ്ട്, 50,000 മുതൽ 10 ലക്ഷം വരെ കൊടുക്കുമെന്ന് പറഞ്ഞു. 10 കോടിയും കൊടുക്കുമെന്ന് പറയുന്നു.
നോക്കിയപ്പം പൈസ ഇങ്ങനെ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി സബ്സിഡികളായിട്ട് പല വിധത്തിൽ ഒഴുകപ്പെട്ടിരിക്കുന്നു. എന്തേ നമ്മളിലേക്ക് വാർത്ത എത്തിക്കുന്നവർ ഇതിൻ്റെ ഭാഗങ്ങളൊന്നും എത്തിക്കുന്നില്ല. ചിന്തിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ചുറ്റുവട്ടത്ത്. RVG മേനോൻ സാർ ഇരിക്കുന്നു, പല പല പ്രിൻസിപ്പാൾമാരൊക്കെ ഇരിക്കുന്നു. 1.5 കൊല്ലത്തിന് മുമ്പ് ഇവിടെ ഒരു PT ഭാസ്കര പണിക്കർ സാറിൻ്റെ ഒരു ശേഷകാരൻ, അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം വന്നൊരു കേരളത്തിലൊരു സർവകലാശാലയിലുള്ള സെനറ്റ് തിരഞ്ഞെടുത്ത ഒരു അധ്യാപികയുടെ ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞു. അദ്ദേഹം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. ജാർജന്യോ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ അറിഞ്ഞുകൂടാത്ത വ്യക്തിയെ യൂണിയൻ്റെ നേതാവായതുകൊണ്ട് മലയാളം പ്രൊഫസറായിട്ട് ലെക്ചറായിട്ട് നിയമിച്ചിരിക്കുന്ന നാടാണ്. 50 കൊല്ലം കൊണ്ട് അക്ഷരം പോലും അറിയാത്ത ആളുകളെല്ലാവരും കൂടെ പഠിപ്പിച്ച്, ഞാൻ ആദ്യം പറഞ്ഞ 50 കൊല്ലം കൊണ്ട് ഇന്നതേ വായിക്കാവൂ എന്നും തീരുമാനിച്ചു വച്ചിരിക്കുന്ന, ഇതിലൂടെ വളർന്നു വരുന്നൊരു തലമുറയാണ് ലോകത്തെ 1-ാം നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. എനിക്ക് തന്നെ അക്ഷരം പോലും അറിയത്തില്ല, ഞാനും പഠിച്ചതെന്നല്ലേ പറയുന്നത്. അക്ഷരം അറിഞ്ഞുകൂടാത്ത തലമുറകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടിയുള്ള അധ്യാപകരെ ആദ്യം വെച്ച്, അതിനുവേണ്ടിയുള്ള പുസ്തകങ്ങളെ ആദ്യം വെച്ച്, അതിനുവേണ്ടിയുള്ള സിലബസുകൾ പിന്നെ തീരുമാനിച്ച് അങ്ങനെ ആക്കിയെടുത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ഇതിലൊക്കെ ഒന്നും മാറി ചിന്തിക്കുമ്പോഴല്ലേ നിങ്ങളെയൊക്കെ സാഹിത്യം, നിങ്ങളൊക്കെ എഴുതിയതൊക്കെ, നമ്മൾ എഴുതുന്നതൊക്കെ 5 പേര് അറിയുള്ളൂ, 50 കൊല്ലം കഴിയുമ്പോഴും അറിയൂ. BSSൻ്റെ ഒരു തീരുമാനമുണ്ട്, നിങ്ങളെപ്പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ. ഇന്ത്യയാകെ നടക്കുകയാണ് ഈ പരിപാടി. ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിലുള്ള പ്രകാശം പരത്തുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളെ ഏൽക്കച്ചേർത്തുകൊണ്ടുള്ള ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളെഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, നിങ്ങളെഴുതുന്ന പുസ്തകങ്ങൾ സൗജന്യമായിട്ട് ഇവിടെ പ്രസിദ്ധീകരിക്കും. അത് പ്രസിദ്ധീകരിക്കാനുള്ളൊരു വേദിയാണ് ഞങ്ങളുടെ സദ്ഭാവന ട്രസ്റ്റ് എന്നും കൂടി അറിയിക്കുന്നു. നല്ല ആശയങ്ങളും ആഴമുള്ളതായ ചിന്തകളുമുള്ള എല്ലാ രചനകൾക്കും BSSൻ്റെ വേദി നിങ്ങൾക്ക് കൂടി ഒരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളെ അനുഗ്രഹിക്കാൻ വന്ന നിങ്ങളെ ഞങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരിച്ചു ആദരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമസ്കാരം. അടുത്ത പുരസ്കാര സമർപ്പണമാണ്. ആദ്യമായി ഡോക്ടർ പൂർണ്ണത്രി ജയപ്രകാശ് ശർമ്മ. പ്രൊഫസർ KM ഉണ്ണികൃഷ്ണൻ നമ്പീശൻ, ഡോക്ടർ ബാബു തോമസ്, ശ്രീ പ്രണവ് ഏക, ശ്രീ ജോസ് മാമ്പള്ളി, ശ്രീമതി ഇന്ദിര വർമ്മ, ഡോക്ടർ റഷീദ് പാനൂർ, ശ്രീമതി ഹസീന, ശ്രീ ഷാജർ താമരശ്ശേരി, ശ്രീ അരുൺ കൃഷ്ണൻ, ശ്രീമതി സറീന ഉമ്മൂസ് സമാൻ, ശ്രീമതി ലീല കെ,
പ്രൊഫസർ ബി വത്സലകുമാരി, ശ്രീമതി ഇന്ദിര ചന്ദ്രൻ, ശ്രീ പ്രമോദ് ചിത്രം, ശ്രീമതി ദീപ ബിബീഷ് നായർ, ശ്രീമതി അനുപമ ഉമേഷ്, ശ്രീ ബാബു കോട്ടപ്പാറ, ശ്രീമതി അജിതകുമാരി ഐ, ശ്രീ തമലം കെ ശ്രീധരൻ നായർ, ശ്രീ കലയപുരം വിജയകുമാർ, ശ്രീമതി ദീപ കുമാർ, ശ്രീമതി ജസീന, ശ്രീ പ്രവീൺ ഹരിശ്രീ, ശ്രീമതി കെ കെ സഞ്ജന, ശ്രീ പ്രേംജിത്ത് ചോമ്പാല, ശ്രീമതി സ്വാതി രാമൻ, ശ്രീമതി കാതറിൻ ജോഷുവ, ശ്രീ ദിലീപ് കുമാർ കെ ജി, ശ്രീ ബി വി കാരക്കാട്, ശ്രീ ആനന്ദ് എസ് ലിൻ, ശ്രീമതി വർഷ ഇ വി, ശ്രീ കെ എസ് ചന്ദ്രകുമാർ, ശ്രീമതി ഷമീന കെ പി, ശ്രീ നിസാവ് അഹമ്മദ് കുട്ടി, ഇതോടുകൂടി ഈ ഉപഹാര സമർപ്പണ ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ്. ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഭാരത് സമാജിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ടി പി വിനോദിനെ ക്ഷണിക്കും. 1952 സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വികസനവും പുനർനിർമ്മാണവും സാമ്പത്തികമായും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ പിന്നോക്കം നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സർക്കാരുകളുടെ പുനർനിർമ്മാണ പദ്ധതികളും വികസന പ്രക്രിയകളും രാജ്യത്തെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുവാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നവഭാരത ശില്പിയുമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭാരത് സേവക് സമാജ് എന്ന അരാഷ്ട്രീയവും രാജ്യത്തെ ജനങ്ങളെ എക്കാലവും വ്യത്യസ്തതകളില്ലാതെ ഒരു ഭരണഘടനയുടെ കീഴിൽ അസമത്വങ്ങൾ ഇല്ലാതെ പൗരന്മാരെ ഒരുമിപ്പിച്ച് നിർത്തുവാനുമായിരുന്നു ഈ മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ലക്ഷോപലക്ഷം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ജനവിഭാഗങ്ങൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിച്ചേരുവാൻ അവസരം ഒരുക്കിക്കൊണ്ട് ന്യൂഡൽഹിയിലെ സെൻട്രൽ ഭാരത് സേവക് സമാജിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം വഹിക്കുന്ന ആദരണീയനായ ചെയർമാൻ ഡോക്ടർ BS ബാലചന്ദ്രൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് വളരെ ചാരിതാർത്ഥ്യത്തോടെ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. സാർവത്രികമായി സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സത്യസന്ധരായ ആത്മാർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കുന്ന ദേശീയ വികസനത്തെ ആസ്പദമാക്കിക്കൊണ്ട് രാജ്യത്തുടനീളം നൽകി വരുന്ന ഭാരത് സേവക് ബഹുമതി സ്വീകരിക്കുവാൻ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും വളരെ സന്തോഷത്തോടെ അഭിമാനാർഹമായ ഈ പുരസ്കാരം സ്വീകരിച്ചു കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ BS ഗോപകുമാർ അവർകളായിരുന്നു ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തിന് BSSൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ
നന്ദി രേഖപ്പെടുത്തുന്നു. BSSന്റെ ഡയറക്ടർ ജനറൽ, BSSന്റെ ദേശീയ സെക്രട്ടറി ശ്രീമതി ജയ ശ്രീകുമാർ അവർക്ക് ഭാരത് സേവക് സമാജിൻ്റെയും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. BSSന്റെ ഡയറക്ടർ ജനറൽ ശ്രീമതി മഞ്ജു ശ്രീകണ്ഠൻ, ജോയിൻറ്റ് ഡയറക്ടർ ശ്രീമതി സിന്ധു മധു എന്നിവർക്ക് BSSന്റെ പേരിലും എൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ മുഖ്യാതിഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ ബഹുമാന്യനായ ഡോക്ടർ KKN കുറുപ്പ് അവർക്ക് BSSന്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അനേർട്ടിൻ്റെ മുൻ ഡയറക്ടർ ഡോക്ടർ ഡോക്ടർ KVG മേനോൻ അവർക്ക് BSSന്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. സീനിയർ IAS ഓഫീസർ ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ കമൽ ടവോരി, അദ്ദേഹത്തിന് ഭാരത് സേവക് സമാജിൻ്റെ പേരിൽ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. BSSന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് BSSന്റെ അവാർഡ്, ദേശീയ പുരസ്കാരം സ്വീകരിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. വന്നു ചേർന്ന എല്ലാ വ്യക്തികൾക്കും വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा। जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे, जय 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 हे।